ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂക്കരാവിൽ ഏതോ രാഗം നിന്നെ തേടുന്നു ശരപുളി മാല ചാർത്തി ജീവനിൽ മധുമഴയായി നിറയൂ ഏതു ജന്മ പുണ്യമെന്നു നിൻ ദേവസാന്ത്വനം സ്നേഹമന്ത്രമായുണർന്നതി മൂകവീണയിൽ മിഴിയിൽ പുലരുളിയായി നിറകുടമായി പദമാടി വരും സംഗീതം പോലെ ശരപുളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂക്കരാവിൽ ഏതോ രാഗം നിന്നെ തേടുന്നു ശരപുളി മാല ചാർത്തി രിഗ രിഗ സനി നിസ പനി സരി മപനി ആ മനി പസനിരി സാ സരി മാരി സനി സരി സനി പനി സാനി പരി മ പസനി സരി നി സ പനി മ പരി പസനിരി സ സരി സരി നി സനി പനി പനി സനി പ സരി മ പനി സരി രി മരി സരി സ സരി സ സനി സനി നി സനി നി പനി സരി മ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏത് രാഗം? ശ്രീരാഗം. ശ്രീരാഗത്തിലെ അതിമനോഹരമായൊരു പാട്ടാണ് ഇന്നിവിടെ മോള് പാടിയത്. മോളുടെ പേര് ദുർഗ. ഫുൾ നെയിം എന്താ മോളെ? ദുർഗ രഘു. ദുർഗ രഘു. അപ്പോൾ ശ്രീരാഗത്തിലുള്ള രവീന്ദ്രൻ മാഷിൻ്റെ അതിമനോഹരമായൊരു ഗാനം ഏപ്രിൽ 19 എന്ന സിനിമയിൽ നമ്മുടെ ദാസേട്ടനും ജാനകി അമ്മയും കൂടെ പാടി ഇങ്ങനെ മുത്ത് പോലെ വെച്ചിരിക്കുന്ന ഒരു പാട്ട്. നല്ല
എന്താണ് ഇങ്ങനെ പുഷ്പം പോലെ പാടി എന്ന് പറയല്ലേ നമ്മൾ, ഈസി ആയിട്ട് പാടി മോള് കേട്ടോ, നന്നായിട്ട് പാടി. മോള് നാട്ടിലെവിടെയാണ്? നാട്ടിൽ നിന്ന് തുടങ്ങാം നമുക്ക്. നാട്ടിലെവിടെ? കണ്ണൂരാണ്. അപ്പൊ ഇവിടെ ഗ്ലോബൽ ഇന്ത്യൻ സ്കൂൾ അജ്മാനിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കണം? ഞാനിപ്പോൾ 12th-ലാണ്. അപ്പം ഏകദേശം സ്കൂളിംഗ് ഒക്കെ കയറിയതേ ഉള്ളൂ അല്ലേ? 12th-ലേക്ക് കയറി. അപ്പോൾ ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോളേജ് പ്രൊഫഷണലായി അല്ലേ? അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? സ്കൂളിൽ എല്ലാവർക്കും സുഖമാണോ? സിന്ധു മാം അല്ലേ? സിന്ധു മാമിനോട് എൻ്റെ പ്രത്യേക അന്വേഷണം പറയണം. ഞങ്ങൾ ഇന്ന് കോയിൻസിഡൻസിലി ഒന്ന് സംസാരിച്ചു കേട്ടോ. ഭയങ്കര എന്താണ് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു, നല്ല കണക്ക് പാടും, ദുർഗ നന്നായിട്ട് പാടും. അപ്പം അവിടുത്തെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനോടും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. കാര്യം നമ്മളെപ്പോഴും പറയും നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അമ്മമാർക്ക് തുല്യമാണെന്ന് പറയും. അത് മെയിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ഫീമെയിൽ ടീച്ചേഴ്സ് ആണെങ്കിലും അവർ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ആ ഒരു റോളാണ്. അപ്പം അവരെപ്പോഴും ഇന്ന് ഉച്ചയ്ക്ക് സംസാരിച്ചപ്പോഴും എന്നോടൊപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് അവിടെ ഒരു വേദി ഞങ്ങൾക്ക് തരണം എന്നാണ് പറഞ്ഞത്. അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വാർത്തെടുക്കുന്ന അല്ലേ, നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വാർത്തെടുക്കുക എന്ന് വെച്ചാൽ മനസ്സിലായോ? മലയാളം മനസ്സിലാവുമല്ലോ അല്ലേ? വാർത്തെടുക്കാന്ന് വെച്ചാൽ നമ്മളെ അതേ രീതിയിൽ നമ്മുടെ സ്വഭാവ രൂപീകരണമാണെങ്കിലും കരിയർ എൻ്റെ ഇതാണെങ്കിലും എല്ലാം നമ്മുടെ ടീച്ചേഴ്സാണ്, നമ്മുടെ ഗുരുക്കന്മാരാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ ഇന്ത്യൻ സ്കൂളിൽ അജ്മാനിലെ എല്ലാ ടീച്ചേഴ്സിനും NTVയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ടീച്ചേഴ്സിന് പ്രത്യേകം നന്ദി. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം നമ്മളൊന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് സന്തോഷമായിരുന്നു അറിയാം നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട്. അപ്പം എനിവേ ദുർഗ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം. താഴെ കാണുന്ന നമ്പറിലേക്ക് 0588041310 0585231310 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഞങ്ങളിവിടെ ആര് വന്നാലും, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നാലും കൊച്ചു കുട്ടികൾ വന്നാലും ഞങ്ങൾ പറയുന്ന കാര്യം എന്ന് അറിയോ? റിക്വസ്റ്റ് എന്നല്ല പറയുന്നത്, ഞങ്ങൾ പണി കൊടുക്കാമെന്ന് പറയും കേട്ടോ. ചിലപ്പം നമ്മുടെ കോളേജ് വിളിക്കും, അറിയാവുന്ന പാട്ടാണെങ്കിൽ പാടിക്കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പകരം നമ്മൾ അറിയുന്ന പാട്ട് പാടിക്കൊടുക്കും. ഓക്കെ? എന്താ ഒന്നും മിണ്ടാത്ത? എന്നോട് എന്തെങ്കിലും ചോദിക്കും. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടും എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ചോദിക്കൂ, എന്തെങ്കിലും എന്നോട് ചോദിക്കൂ. സുഖമാണ്. സുഖമാണ്. എൻ്റെ പേരറിയോ? അറിയത്തില്ല. കണ്ട, ഞാൻ പിണക്കാം. എൻ്റെ പേരറിയില്ല? ഇല്ല. എൻ്റെ പേര് അനുജ. ഓക്കെ? അപ്പം മോള് നന്നായിട്ട് മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? ആരാണ് പഠിപ്പിക്കുന്നത്? 2 ടീച്ചേഴ്സിന്റെ താഴെ പഠിച്ചിട്ടുണ്ട്. ഒരു ഹർഷ മാം, 7th ഗ്രേഡ് ഇവിടെ ഉള്ളതല്ലേ? ഹർഷ മാമിന്റെ താഴെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ദിവ്യ മാം അബുദാബിയിലെ ഒരു ടീച്ചറാണ്. ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോഴും ഉണ്ടോ? അതോ +2 ആയാലും നിർത്തി വെച്ചോ? അല്ല, ഇപ്പോഴും ഉണ്ട്. നന്നായി, ഒരു കുട്ടിയെങ്കിലും പറഞ്ഞല്ലോ +2 ആയതുകൊണ്ട്. ചിലയിടത്ത് ഞാൻ ചോദിക്കുക, കുട്ടികൾ വരുമ്പോൾ ഞാൻ ചോദിക്കും പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാനൊരു 10ാം ക്ലാസ് 11ാം ക്ലാസ് ഒക്കെ വരെ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം പിന്നെ അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പഠിക്കാനങ്ങ് ഒരുപാടുണ്ടായിട്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണെന്ന്. എല്ലാ കുട്ടികളും പറയുന്ന ഒരു എക്സ്ക്യൂസാണത്. ഓക്കെ? പക്ഷേ ഒരാളെങ്കിലും പറഞ്ഞു കേട്ടു, ഇല്ല ഇപ്പോഴും പഠിക്കുന്നുണ്ട്. സന്തോഷമായി കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഏത് പാട്ടാ? അടുത്ത ദം ലഗാക്കെ ഹൈഷ എന്നുള്ള ഫിലിമില് മൊണാലി താക്കൂർ പാടിയ മോഹ് മോക്കേതാക്കി. ഓക്കെ. വീട്ടിൽ ഭയങ്കര സീരിയസ് ആണോ? സത്യം പറ. അല്ല അല്ല, ഒരാളെ ഉള്ളൂ വീട്ടില്? അല്ല, എനിക്കൊരു ചേച്ചിയുണ്ട്. NTVയില് വന്നിരുന്നു. ഗംഗ. ഗംഗ എന്നുള്ള പാട്ട് പാടാറുണ്ടോ? ചേച്ചിക്കും ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട് വെച്ചതാ, വെറുതെ ചോദിച്ചതാ. ആ പാട്ട് പോരട്ടെ. ഹിന്ദി അല്ലേ? ശരി. मोह मोह के धागे, मोह के धागे, तेरी उंगलियों से जा उलझी, ये मोह मोह के धागे तेरी उंगलियों से जा उलझे।
किस तरह गिर ये सुलझे है रोम रोम एक तारा है रोम रोम एक तारा जो बादलों में से गुजरे ये मोह मोह के धागे तेरी उंगलियों से जा उलझे कोई टोह टोह ना लागे किस तरह गिर ये सुलझे तू होगा जरा पागल तूने मुझको है चुना तू होगा जरा पागल तूने मुझको है चुना ऐसी तूने अन कहा सब सुना तू होगा जरा पागल तूने मुझको है चुना कोई टोह टोह ना लागे किस तरह गिर ये सुलझे कि तेरी झूठी बातें मैं सारी मान लूं कि तेरी झूठी बातें मैं सारी मान लूं आँखों से तेरी सच सभी सब कुछ अभी जान लूं कि तेरी झूठी बातें मैं सारी मान लूं तेरी उंगलियों से जा उलझे कोई टोह टोह ना लागे किस तरह गिर ये सुलझे മോൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാ ഈ പാട്ടിൽ? ഹിന്ദി മലയാളമാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. മലയാളമാണോ? സാധാരണ രീതിയിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പറയും ഹിന്ദി പാടാൻ ഇഷ്ടമാണ്, ഇംഗ്ലീഷ് പാടാൻ ഇഷ്ടമാണെന്ന് പറയും. മലയാളം പാടും, ഇല്ലാന്നല്ല, ബട്ട് മോർ കംഫർട്ടബിൾ ഹിന്ദിയാണോ കൂടുതൽ? മലയാളം അല്ലേ? മലയാളത്തിൽ പഴയ ഇപ്പം ശരപ്പള്ളി പാട്ട് പാടില്ല, അതിന് മുമ്പത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ടത് നമ്മുടെ ജാനകി അമ്മ പാടിയ പാട്ടാണത്. പഴയ കാലത്തെ പാട്ടുകളൊക്കെ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം റിയാലിറ്റി ഷോയിലൊക്കെ കണ്ടിട്ടില്ലേ, കുട്ടികൾ പാടുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? അത്ര ഓൾഡ് സോങ്സ് അല്ല, എന്നാലും കേൾക്കാറുണ്ടോ? പാട്ട് ഇങ്ങനെ ഓൾഡ് സോങ്സ് ഇങ്ങനെ ആ ഒരു റേഞ്ചിലും
മലയാളം പഴയ കേൾക്കണം, പാട്ട് ഒരുപാട് പാട്ടുകൾ കേൾക്കണം. കാര്യം അന്നത്തെ കാലത്തിലെ പാട്ടുകൾക്ക് ഒരുപാട് സംഗതികളുണ്ട്, ഫീലുണ്ട്. ഇപ്പോഴത്തെ പാട്ടിന് ഇല്ല എന്നല്ല പറഞ്ഞേ, എന്നെ ഓടിക്കരുത് കേട്ടോ ആരും. പഴയ കാലത്തിൽ നമ്മുടെ ജാനകിയമ്മ, സുശീലാമ്മ ഒക്കെ അവർ പാടി വെച്ച പാട്ടുകൾ, ചില പാട്ടുകൾ, ബാബുക്കൊക്കെ ചെയ്ത പാട്ടുകളൊക്കെ, ബാബു രാജ്മാഷ് അവരൊക്കെ ചെയ്തു വെച്ച പാട്ടുകൾ കേൾക്കണം കുറേ, മനസ്സിലായോ? അപ്പം ആ ഒരു പാട്ടിനകത്ത് എന്താണോ ആ ഫീലൊക്കെ ഉണ്ടല്ലോ, ആ പാട്ടിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാട്ട് കേൾക്കാം. അമ്മ പാട്ട് പാടുമോ? രണ്ടുപേരും പാടും, കുറച്ച് നന്നായിട്ട്. ശരി, അടുത്ത ആഴ്ച വിളിച്ചാലോ രണ്ടുപേരും കൂടെ? രണ്ടുപേരും പാടുമോ? നന്നായിട്ട് പാടുമോ? അച്ഛൻ ലൈക്ക് ചില സ്മോൾ സ്റ്റേജസ് ഒക്കെ പാടും. അച്ഛൻ്റെ പേരെന്താ? രഘു. രഘുമാഷേ ഇങ്ങോട്ട് പഠിച്ചിരുത്താറുണ്ട്. അമ്മ വീട്ടിൽ പാടും. അമ്മ വീട്ടിൽ പാടും. പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് പാടിക്കും കേട്ടോ രണ്ടുപേരും കൂടെ. ഒരു ഐഡിയൽ കപ്പിളല്ലേ, അപ്പോൾ അവർ രണ്ടു വെച്ചിട്ട്. പക്ഷേ ഇനി വാലന്റൈൻസ് ഡേ ഒന്ന് അടുത്ത വർഷമേ ഉള്ളൂ അല്ലേ? വേണ്ട, നമുക്ക് വാലന്റൈൻസ് ഡേ ഒന്നും വേണ്ട, നമ്മൾ ഉടനെ വിളിച്ചിരിക്കും, രണ്ടുപേരും ഉടനെ വിളിച്ചിരിക്കും കേട്ടോ. ഗംഗ പാടുമോ? ചേച്ചി നല്ലോണം പാടും. അപ്പം കുടുംബപരമായിട്ട് മൊത്തം പാട്ടുകാരാണ്. ഒരു ഗാനമേള തുടങ്ങാനല്ല. ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കും മോള്? ഞാൻ വയലിൻ കുറച്ച് നാള് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ നിർത്തിയ? ഭയങ്കര ടഫാണ് അത്. ടഫ് കുറെ പഠിക്കണം. അതെല്ലാം പഠിക്കണം. പക്ഷേ വയലിൻ എനിക്കൊന്നും, ഞാൻ പറയും ഇൻസ്ട്രുമെന്റ്സിൽ ഏറ്റവും ടഫ് വയലിനാണ് പഠിക്കാനായിട്ട്. പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. നമ്മളുടെ ഉടായിപ്പൊന്നും നടക്കുന്നില്ല. അപ്പം നമുക്കൊരു അച്ഛനും അമ്മയും കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് മോൾ അവിടെ നിന്നുകൊണ്ട് ഇപ്പം അവർ നിൽക്കുന്നത് പോലെ കൂളായിട്ട് അവിടെ പോയി നിൽക്കണം. ഓക്കെ, അച്ഛൻ സ്റ്റേജിലൊക്കെ പാടും അല്ലേ? അച്ഛൻ്റെ ഇഷ്ടമുള്ള പാട്ട് ഏതാ? അച്ഛന് ഫാസ്റ്റ് സോങ്സ് ഒക്കെ നന്നായി പാടും. ഏത് പാട്ടാ അച്ഛൻ പാടുന്നത്? പറഞ്ഞു തരണേ. അച്ഛൻ കേൾക്കണ്ട, പറഞ്ഞോ. വജ തും ഹോ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സോങ് ഉണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടം. അമ്മയ്ക്ക് പാടി കൊടുക്കുന്ന പാട്ട് ഏതാ അച്ഛൻ? അങ്ങനെ പാടാറില്ല. അത് ശരി, വീട്ടിൽ പാടാറില്ല. അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കബി കബി മേരെ ദിൽ മേ. അമ്മ പാടുവോ? പാട്ട് പാടുവോ അമ്മ? കുറച്ച് പാടും. അമ്മയ്ക്കുള്ള പാര അടുത്ത ആഴ്ച പുറകിന് വരുന്നുണ്ട് അമ്മ. എനിവേ, അടുത്ത പാട്ടിലേക്ക് പോവാം. ഏത് പാട്ടാ മോൾ? ഏത് സബ്ജക്റ്റ് എടുത്തിട്ടിരിക്കുന്നത്? എനിക്ക് ബയോ, സയൻസാ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്. ബയോ ഇല്ല. അപ്പോൾ രണ്ടിലോട്ടും പോവാം. MBBS-നോട്ടും പോകാം, എഞ്ചിനീയറിംഗിലോട്ടും പോവാം. രണ്ടും ഉണ്ട്. ബയോ ഇല്ല. ബയോ ഇല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്. എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, എനിവേ. അടുത്തത് നിത്യശ്രീ മാം പാടിയ ഒരു പാട്ട്, തമിഴ്, കണ്ണോട് കാണുന്നതെല്ലാം. ഓക്കെ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ചൂടുവെള്ളമാണോ കുടിക്കുന്നത്? ഒരു കാര്യം പറയട്ടെ, നമ്മൾ പാടാൻ നേരത്തെ ഒരിക്കലും ചൂടുവെള്ളം കുടിക്കരുത്. കാര്യം നോർമൽ വാട്ടറെ കുടിക്കാവുള്ളൂ. ഇത് പാട്ടിൻ്റെ ഒരു എപ്പിസോഡായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. കാര്യം നമ്മൾ സിംഗേഴ്സ് എപ്പോഴും പറയും ചൂടുവെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലെ കഫമൊക്കെ ഇങ്ങനെ മാറിപ്പോകുമെന്ന്. പക്ഷെ പാടുന്നതിന് മുമ്പായിട്ട് ചൂടുവെള്ളം കുടിക്കുകയും ചെയ്യരുത്. നമ്മുടെ ത്രോട്ട് കുറച്ചുകൂടെ ഡ്രൈ ആവത്തുള്ളൂ അല്ലേ? അപ്പോൾ നോർമൽ വാട്ടർ മാത്രം കുടിക്കുക. അല്ലാത്ത സമയങ്ങളിൽ സ്റ്റേജിൽ പ്രോഗ്രാമിന് പോകുന്നതിനൊക്കെ മുമ്പോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് ചൂടുവെള്ളം കുടിക്കുക. പക്ഷെ പാടുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കാനേ പാടില്ല കേട്ടോ. തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചൂടുവെള്ളമാണെന്ന്. എനിവേ, അതൊരു ടിപ്പാണ്. അപ്പം പാടിക്കോളൂ. పమ పని పమ పని పమ గమ ప సగసని పని పమ గమ గస గమ ప ప పమ పని పమ గమ ప సగసని పని పమ గమ గస గమ ప. சொந்தமில்லை கண்ணோடு மணியானால் எதனால் கண்ணை விட்டு பிரிவதில்லை நீ என்னை விட்டு பிரிவதில்லை.
சல சல ரிட்டை கிழவை தக 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 ரிட்டை கிழவை உண்டல்லோ தமிழில் ஒன்றல்லோ பிறத்து வைத்தல் நியாயம் இல்லை பிறத்து பார்த்தால் பொருளும் இல்லை ரெண்டல்லோ ரெண்டும் ஒன்றல்லோ தினக்கு தினக்கு தின தின்னா நானாதிர்தானி தொம்பர்தானி தினதும் தினக்கு தினக்கு தின தின்னா நானாதிர்தானி தொம்பர்தானி தினதும் இரவும் பகலும் வந்தாலும் நாள் என்பது ஒன்றல்லோ கால்கள் இரண்டு கொண்டாலும் பயணம் என்பது ஒன்றல்லோ இதயம் இரண்டு என்றாலும் காதல் என்பது ஒன்றல்லோ கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை கண்களுக்கு சொந்தமில்லை அன்றில் பிறவை இரட்டை பிறவை ஒன்றில் ஒன்றாய் வாழும் பிறவி பிரியாதே விட்டு பிரியாதே கண்ணும் கண்ணும் இரட்டை பிறவி உருவிழி அழுதால் இருவிழி அருவி புரியாதோ அன்பே வழியாதோ தினக்கு தினக்கு தின தின்னா நானாதிர்தானி தொம்பர்தானி தினதும் தினக்கு தினக்கு தின தின்னா நானாதிர்தானி தொம்பர்தானி தினதும் ஒருவர் தூங்கும் தூக்கத்தில் இருவர் கனவுகள் காணுகிறோம் ஒருவர் தாங்கும் சுவாசத்தில் இருவர் இருதயம் வாழுகிறோம் தாவி கொள்ள மட்டும் தான் தனித்தனியே தேடுகின்றோம் கண்ணோடு காண்பதெல்லாம் தலைவா மம கக மம சசக சசக நினி சக சமம சக சபப சக சனினி சக சசானித பமக கம பனி சகாரி சானித பமக ரி சகம கண்ணோடு காண்பதெல்லாம் தலைவா பபனி நி சச கக மம பபனி நி சச நி சகம பனி த பமக ம பனி சகரி சனி சமகரி சனித கண்ணோடு காண்பதெல்லாம் தலைவா ரீ ரீ சனி சரி ரி ச சரி ரி நி நி சா சா கரி சனி ச கரி சனி த ப பா ப நி த ப ம கரி சனி சக சக ம க ம ப நி த ப ம ப நி ப ப நி ச கரி சனி சா நி த ப ம க ம ப ம கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை கண்களுக்கு சொந்தமில்லை கண்ணோடு மணியானால் எதனால் கண்ணை விட்டு பிரிவதில்லை நீ என்னை விட்டு பிரிவதில்லை താങ്ക് യു. എനിക്ക് തോന്നുന്നു ക്ലാസിക്കലിൽ ഒരു ഇങ്ങനെ പിടുത്തം ഇങ്ങനെ നന്നായിട്ട് മുറുക്കി പിടിച്ചിട്ടുണ്ട്. നല്ല സ്വരസ്ഥാനമൊക്കെ കറക്റ്റായിട്ടാണ് വന്ന് നമ്മൾ സാറിന് സ്വരമൊക്കെ പാടുമ്പോൾ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. പക്ഷേ അതിൽ വന്ന കറക്റ്റ് പോയിന്റിൽ വന്ന് വീഴുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യാറുണ്ടോ മോള്? എത്ര എല്ലാ ദിവസവും ഉണ്ടോ? ഇല്ല ഇല്ല എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറില്ല. പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ഉണ്ട്. എത്ര ഒരു ആഴ്ചയിൽ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യും? 4 days 3 to 4 days. 3 to 4 days. സത്യം പറ 3 ദിവസമാണോ 4 ദിവസമാണോ? 3 days. 3 days. അപ്പം 3 days ആയി. എനിക്ക് സമയം കിട്ടില്ലായിരിക്കും അല്ലേ? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? സ്കൂളിന്റെ സമയത്ത് അല്ല, വീക്കെൻഡ്സ് ആണോ? വീക്കെൻഡ്സിലേക്ക് രാവിലെ പാട്ട് ക്ലാസ്. അപ്പൊ ആ ഒരു പ്രാക്ടീസ് അതുകൂടെ കൂട്ടിയല്ലേ 3 ദിവസം പറഞ്ഞ 4 ദിവസം പറഞ്ഞ അതുകൂടെ കൂട്ടിയല്ലേ? സത്യം പറ. പ്രാക്ടീസ് ആ പാട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പാട്ട് ക്ലാസ്സിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യും? പ്രാക്ടീസ് ഇങ്ങനെ 2 ദിവസം 3 days പഠിക്കും ചെയ്യും. ക്ലാസ് കഴിഞ്ഞിട്ട് 3 days ഒരു ദിവസം പാട്ട് ക്ലാസ്, ബാക്കി 2 ദിവസം പ്രാക്ടീസ്. സത്യമാണോ? സത്യം പറ. ഞാൻ യെസ് പറഞ്ഞു. ഓക്കെ. എനിവേ ഇതൊക്കെ ചുമ്മാതെ പറഞ്ഞതാ കേട്ടോ. എനിവേ എന്തായാലും അടുത്തൊരു
സ്പെഷ്യൽ ഡേ ആണ്. ഇത് നമ്മളുടെ മാത്തുക്കുട്ടി സാറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 68ാമത് വെഡിങ് ആനിവേഴ്സറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ജോർജ് ജോസഫ് കടോണിൻ്റെയും അമ്മ കുഞ്ഞമ്മ ജോർജ് കടോണിൻ്റെയും 68ാമത്തെ വിവാഹ വാർഷികം ഇന്നാണ് ആഘോഷിക്കുന്നത്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഗുഡ് ഈവനിങ് ഗൾഫിൻ്റെയും NTVയുടെയും ഞങ്ങളുടെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഫ്രം NTV ആൻഡ് ഗുഡ് ഈവനിങ് ഗൾഫ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹാപ്പി ആനിവേഴ്സറി ഫ്രം NTV. അപ്പം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടായാലോ? നമുക്ക് അടുത്ത പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഏത് പാട്ടാ? രാവണപ്രഭു എന്നുള്ള ഫിലിമിലെ അറിയാതെ അറിയാതെ. ഓക്കെ, ശരി. ജയചന്ദ്രൻ പാടുന്നു. അറിയാതെ അറിയാതെ പവിഴവാർത്തിങ്കളറിയാതെ, അറിയാതെ 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 പവിഴവാർത്തിങ്കളറിയാതെ, അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. ഇതുരമര ഗന്ധർവയാമം, ഇതുരനഗ സംഗീത സല്ലാപം, അലഞ്ഞുറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യും ഏഴാം യാമം. അറിയാതെ അറിയാതെ പവിഴവാർത്തിങ്കളറിയാതെ, അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. നീലശൈലങ്ങൾ നീർത്ത മഞ്ഞാലി നിന്നെ മൂടുന്നുവോ, രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ, പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോൽ നെഞ്ചിലമരുന്നു, കുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു, നീ ദേവശില്പമായുണരുന്നു. ഇതുരമര ഗന്ധർവയാമം, ഇതുരനഗ സംഗീത സല്ലാപം, അലഞ്ഞുറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യും ഏഴാം യാമം. അറിയാതെ അറിയാതെ പവിഴവാർത്തിങ്കളറിയാതെ, അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. അതെന്താ പെട്ടെന്ന് തീർന്ന്? അത്ര ഉണ്ടായിരുന്നല്ലോ. രണ്ടും പാടിയോ? അനുപല്ലവിയും ചരണവും പാടിയോ? ഞാൻ ഫസ്റ്റും ഇത് ഫസ്റ്റ് ആൻസർ ആയിട്ടോ അങ്ങനെ എടുത്തു. പല്ലവിയും അനുപല്ലവിയും മാത്രമേ എടുത്തു. അപ്പം 68ാമത് വെഡിങ് ആനിവേഴ്സറി ദിവസമായ ഇന്ന്, അതായത് നമ്മുടെ NTV ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മാത്തുക്കുട്ടി സാറിൻ്റെ അച്ഛൻ്റെയും
അമ്മയുടെയും ജോർജ് ജോസഫ് കഡോൺ ആൻഡ് കുഞ്ഞമ്മ ജോർജ് കഡോൺ എന്ന രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ മോൾക്ക് അതിനൊരു ഭാഗ്യമുണ്ടായി, ആ പാട്ട് പാടിക്കൊടുക്കാൻ പറ്റി കേട്ടോ. എനിവേ പക്ഷെ നല്ല ഞാനിങ്ങനെ ആസ്വദിച്ച് വന്നിട്ട് ഇങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് പിടിച്ചില്ലേ, അതേപോലെ അങ്ങനെ സത്യം ഞാനിങ്ങനെ ആസ്വദിച്ചു. എന്ത് സോറി, ഇവിടെ സോറി ഒന്നും എടുക്കത്തില്ല. പിന്നെ പക്ഷെ നന്നായിട്ട് പാടി. പ്രത്യേകിച്ച് ആ പല്ലവിയിലെ ഒരു അവസാനത്തെ വരിയുണ്ടല്ലോ, അറിയാതെ ആ പല്ലവി അവസാനിക്കുന്ന എങ്ങനെയാ? അമൃത അല്ലല്ലോ, കൽപ്പത്തിൽ അണയാൻ വാ. ആ അണയാൻ വാ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലോണം കിടന്ന് ഇങ്ങനെ ക്ലൈഡ് ചെയ്ത് വന്നങ്ങ് വീണു. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു അണയാൻ വാന്ന് എടുത്ത ഒരു പോർഷൻ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് പാടി. ആ ഒരു എനിക്ക് നന്നായിട്ട് പാടി. പിന്നെ ഏതെങ്കിലും കൃതി പാടാൻ പറ്റുമോ? ക്ലാസിക്കല് ഞാനൊരു ചെറിയ ചിട്ടസ്വരം പോർഷനായിട്ട് പാടാം. ഇത് അംബ ഗൗരി ആരബി രാഗത്തിലെ ഒരു വർണ്ണാണ്. ഓക്കെ, പെട്ടെന്ന് ചോദിച്ചോണ്ടൊന്നും തോന്നരുത് കേട്ടോ, കാരണം മോള് ക്ലാസിക്കൽ സംഗീതത്തിൽ കുറച്ച് നന്നായിട്ട് മൈക്ക് കയ്യിൽ വെച്ചോ, താഴെ പോകും. ക്ലാസിക്കൽ സംഗീതത്തിൽ കുറച്ച് അഗ്രഗണ്യാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ആ പണി തന്നത്. ആരും പണി തന്നില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്താണ്. പണിയല്ല കേട്ടോ, അതൊരു റിക്വസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസിക്കൽ മീൻസ് കൃതി കേൾക്കാൻ, അതുകൊണ്ടാണ്. പഠിക്കോ? അംബ ഗൗരി ഗിരി കന്യേ, അംബ ഗൗരി ഗിരി കന്യേ, ആശ്രയമില്ല നീന്റെ അംബുജാസനാദി മാനേ, അംബുജാസനാദി മാനേ, കൂടുംബിനി പാപമപമഗരി സരിസ സനി ധരി സരി മ പപ്പ ദപ മഗരി രി മഗരി പമപ ദപ മപ ധരി സ ദ സരി സരി മഗരി സരി പമഗരി സരി സനി ദ ദപ മപ മഗരി സ ധരി സാനി ദ ദപ പമപ മഗരി സരി മ സാതുലോകശരണീ കമ്പു കണ്ടി തിരുവാരാട്ടു കാവിൽ വാണിടും ദേവി മഹി പരിചൊടുഹ സാമർത്ഥ്യ സരിൻ മകരി യുഗ പ്രമകരി നവനോത്പലദളയുകളീത സരസാനി നിരവധി സുഖമരുളുക ജഗ അംബ ഗൗരി ഗിരി കന്യേ, ആശ്രയമില്ല നീന്റെ. എവിടം വരെ എത്തി കീർത്തനം? ഇത് കീർത്തനംസ് വർണ്ണംസ് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അരങ്ങേറ്റം കഴിഞ്ഞു. എവിടെ വെച്ചായിരുന്നു? ഗുരുവായൂരം. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഏത് പാട്ടാ അടുത്തത്? ശ്യാമമേഘമേനി പാട്ട്. ദേവദൂതുമായി വാ. സിനിമ കണ്ടോ? ഇല്ല, സിനിമ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവൂല. അപ്പൊ പിന്നെ പാടിക്കോ. നിസഗസ 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 പാ സഗമഗ 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 സാ സനിപ നിപമ സനിപ നിപമ സനിഗ സമഗ പമ നിപ സനിഗ നിസ പനിസ നിസഗ സഗമഗ പമ പനി പനിസ നിസഗ സ സഗമപ നിപമപ സഗമപ നിപമപ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ. ഇതുവഴി കാളിന്തി തടത്തിൽ ഹരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അലനീയും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി. സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനിസ നിസഗ സഗമഗമപമ പനി പനിസ നിസഗ സ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ. ഇതുവഴി കാളിന്തി തടത്തിൽ ഹരിയൊരു പ്രേമഹർഷമായി.
മപ ഗമ പനി മപ നിസ നിസ ഗസ നിസ സമ ഗമ സ ഗസ നിസ നിസ പനി പാപ മ പനി പനി മപ മ ഗസ ഗമ ഗമ സ ഗസ ഏതോ ഹരിതനി കുഞ്ചത്തിൽ പല്ലവിയായതു നീയല്ലോ ആരാമത്തിൻ കുസൃതി പൂ കാറ്റും മണവും നീയല്ലോ അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദയത്തിൻ സൗവർണ്ണ കിരണങ്ങൾ വിതറുന്ന പൂവ് മനസ്സിൽ വിരിയും സനിഗ സമഗ പമ പനി പനി സനി സഗ ശ്യാമമേഘമേ നീ സഗമപ സ്നേഹദൂതുമായി വാ നീ പമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി സമഗ സഗ പമഗ മനി പമ പനി സ గమ సగ సగ మప మప గమ పని మప సా మమ గ పప మని ని పస సని గస్స మమ గ పప మని ని పస సని గస్స మమ గ పప മനി നി പസ സനി ഗസ്സ ഏത് കലങ്ങളിൽ നീ ഇപ്പോൾ മഴമുകിലോട് തലയുന്നു വിരഹത്തിൻ സ്വരരാഗങ്ങൾ ശിവരഞ്ജിനിയായി മാറുമ്പോൾ ജനിമൃതിതൻ പാതിയിൽ ഞാൻ എന്നും നിന്നെ തേടുന്നു രതി സുഖസാരേ നീ അരികിൽ വന്നെനിക്കൊരു മധുരം തൂകിത്തരുമോ സനിഗ സമഗ പമ പനി പനി സനി സഗ ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അലനീയും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ പനിസനിസക സഗമകം പമ പനി പനിസനിസക ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി. ഭയങ്കര ടഫാണ് ഇത് ലൈവിൽ പാടാൻ. കാര്യം പനിസ നിസക സഗമ ഗമ പമപ്പനി പനിസ അവിടെ ഒരു ടങ് ഒന്ന് സ്ലിപ്പായ തീർന്നു. പക്ഷേ മോള് നന്നായിട്ട് എടുത്തു, നന്നായിട്ട് പാടി, സ്വരങ്ങളെല്ലാം കറക്റ്റാ സ്വരസ്ഥാനത്തിൽ വന്നു വേണം. പിന്നെ മോളുടെ ഒരു പ്രത്യേകത വെച്ചാൽ മോള് നന്നായിട്ട് എൻജോയ് ചെയ്താൽ പാടുന്നത്. പാട്ടിനെ ഇങ്ങനെ സ്നേഹിച്ച് പാടുക എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ് മോള് പാടുന്നത്. അത് ആ ഫേസിലും അങ്ങനെ വേണം പാടാൻ. ശരിക്കും പറഞ്ഞു നമ്മൾ പാട്ടിനെ കഷ്ടപ്പെട്ട് പാടാതെ ഇഷ്ടപ്പെട്ട് പാടുക എന്ന് പറയും. അതാണ് മോള്, അത് മോൾക്കുണ്ട് കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാര്യം നല്ല എക്സലൻറ്റ് സിംഗിങ് ആണ്, നല്ല ടാലൻ്റ് ഉണ്ട്. അപ്പം പഠിത്തത്തിനോടൊപ്പം തന്നെ എത്രത്തോളം ഇമ്പോർട്ടൻസ് പഠിത്തത്തിന് കൊടുക്കുന്നു അത്രത്തോളം ഇമ്പോർട്ടൻസ് പാട്ടിന് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പാടി. അപ്പം നമുക്ക് ഫൈനൽ സോങ്ങിലേക്ക് പോകാം. അപ്പോൾ എന്താണെങ്കിലും അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ അമ്മയും അച്ഛനും കൂടെ, അമ്മയുടെ പേര് എന്താന്ന് പറഞ്ഞ അമ്മയുടെ പേര് ശ്രീജ. ശ്രീജ മാം ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഓടിപ്പിക്കുവാറ് കേട്ടോ. ഞാനിനി ഇവിടെ കാണുമ്പോൾ 5 മിനിറ്റേ ഉള്ളൂ, അതിന് പേടിക്കേണ്ട, അവിടെ ഇരുന്നു കുഴപ്പമൊന്നുമില്ല. എപ്പോഴെങ്കിലും രണ്ടുപേരും കൂടെ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല റിലാക്സ് ആയിട്ട് നിൽക്കണം. ഇപ്പം അച്ഛനും അമ്മയും നിൽക്കുന്നതാണ് കേട്ടോ. ചുമ്മാ ഏതൊരു അച്ഛനും അമ്മയും മക്കൾ നിന്ന് പാടുമ്പം അവർക്ക് ടെൻഷനായിരിക്കും, നിങ്ങളെക്കാൾ കൂടുതൽ ടെൻഷൻ അവർക്കായിരിക്കും കേട്ടോ. മക്കള് ഏതെങ്കിലും ഒരു സ്റ്റേജ് പെർഫോം ചെയ്യാൻ നല്ല സപ്പോർട്ട്. അച്ഛനും അമ്മയാണ് എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, അതെപ്പോഴും സ്മരിക്കുക കേട്ടോ. എനിവേ, അപ്പം എല്ലാ ഫ്യൂച്ചറിൽ എല്ലാ ഹൈറ്റ്സിലും എത്തട്ടെ, സംഗീതത്തിലും പഠിത്തത്തിലും ഒക്കെ എല്ലാ ഹൈറ്റ്സിലും എത്തട്ടെ. അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് നോക്കുക വളർന്നു വരുമ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ ഗ്ലോബൽ ഇന്ത്യൻ സ്കൂൾ റൈറ്റ് അജ്മാനിലുള്ള എല്ലാ ടീച്ചേഴ്സിനോടും ഈ കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനോടും എസ്പെഷ്യലി സിന്ധു മാമിനോട് എൻ്റെ പ്രത്യേകം ഓപ്പർച്യൂണിറ്റി തന്നെ. അതെ, തീർച്ചയായിട്ടും. അപ്പം അമ്മമാർക്കൊന്നും താങ്ക്സ് പറയാൻ പാടില്ല കേട്ടോ. അപ്പം അവരാണ് അപ്പം നമ്മുടെ അച്ഛനും അമ്മയും പോലെ തന്നെ അവരാണ് നമ്മളെ ഇങ്ങനെ പൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഫൈനൽ സോങ്ങിലേക്ക് പോകണം കേട്ടോ. ഓടാൻ നോക്കേണ്ട ഒരു പാട്ടുകളുണ്ട്. ഏത് പാട്ടാ? ഫൈനൽ സോങ് ഒരു അൺപ്ലഗ്ഡ് സോങ് ആണ്, കരോക്കെ ഇല്ല, ഒരു കുറച്ച് പാടാം. മതി. തമിഴ് സോങ് ആണ്, കൺകൾ ഏതോ. ഓക്കെ,
കുറച്ച് പാടും. விளையாட்டு பேச்சில விசூசியேதுற நிலேசா பாக்க மின்னல் கொட்டிடுதே ஒளி பாஞ்சவோ முகோ மனசோடு மோதுதே நீ பேசும் பேச்சு ஐயொள்ளிடுதே என்னென்னவோ உங்கிட்ட சொல்லவும் தோணுடுதா காதல் வந்து சட்டுன்னு சொல்லட போடுதடா நாடு நெஞ்சில உன்னோட வாசம் என்ன ஏதேதோ பண்ணுதடே தாங்காத சந்தோஷம் நான் என்ன சேவப்புள்ள கண்கள் ஏதோ தேடு கலவாடு நெஞ்சம் தானே பாடு பருந்தோடு. Thank you.